أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. എല്ലാ പ്രവാചകന്മാരും ലോകത്ത് തൗഹീദ് സ്ഥാപിക്കുന്നതിനായാണ് വന്നത്. അവർ തങ്ങളുടെ ജനതയ്ക്ക് അത് പഠിപ്പിക്കുകയും ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ഭൂരിഭാഗം പേരും ഈ തൗഹീദ് ഉപേക്ഷിച്ചു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇതേ സന്ദേശവുമായാണ് വന്നത്. ഈ ദൗത്യം തുടരാനും തൻ്റെ അനുയായികളിൽ തൗഹീദിൻ്റെ ആത്മാവ് ഉളവാക്കാനുമാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത്. ഈ കാര്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കുള്ള സ്ഥാനം മറ്റാർക്കുമില്ല. ആ പുണ്യാത്മാവ് തൗഹീദ് അംഗീകരിക്കാൻ ഉപദേശിച്ചതോടൊപ്പം അള്ളാഹുവിൽ നിന്ന് അറിവ് ലഭിച്ചുകൊണ്ട് തൗഹീദ് സ്വീകരിക്കുന്നതിനുള്ള തെളിവുകൾ നിരത്തുകയും ചെയ്തു. ശിർക്ക് അഥവാ ബഹുദൈവാരാധനയ്ക്കെതിരെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പോരാടിയത് തെളിവുകളില്ലാതെയല്ല, മറിച്ച് ഷിർക്കിൻ്റെ തിന്മ മനസ്സിലാക്കി കൊടുക്കുകയും അതിനെക്കുറിച്ച് അവബോധം നൽകി അതിനോട് വെറുപ്പുളവാക്കുകയും ചെയ്തു. തൗഹീദിൻ്റെ അധ്യാപനങ്ങളും ഷിർക്കിനോടുള്ള വെറുപ്പും തങ്ങളുടെ നാഡീഞരമ്പുകളിൽ ലയിച്ചു ചേർന്നിട്ടുണ്ടെന്ന് ആ പുണ്യാത്മാവിൻ്റെ അനുയായികൾ സ്വന്തം പ്രവൃത്തികളിലൂടെ തെളിയിച്ചു. അള്ളാഹു ആ പുണ്യാത്മാവിന് അവതരിപ്പിച്ചു നൽകിയ അധ്യാപനങ്ങൾ അത്രത്തോളം സമഗ്രവും സ്വാധീനമുള്ളതുമായിരുന്നു എന്നതിനാലാണിത്. അതിൻ്റെ ആഴം മനസ്സിലാക്കിയ ഒരാൾ അതിൽ നിന്ന് അകന്നു പോകുന്നതിനെക്കുറിച്ച് ചിന്തിക്കുക പോലുമില്ല. ആ പുണ്യാത്മാവിൻ്റെ അനുയായികളിൽ സ്വാധീനം ചെലുത്തിയ ഈ അധ്യാപനങ്ങൾ അത്രമേൽ ഫലപ്രദമായത് ആ പുണ്യാത്മാവിൻ്റെ ഓരോ വാക്കും പ്രവൃത്തിയും അതിൻ്റെ യഥാർത്ഥ ചിത്രമായിരുന്നു എന്നതിനാലും അള്ളാഹു ആ പുണ്യാത്മാവിന് നൽകിയ മഹത്തായ അധ്യാപനങ്ങളുടെ പ്രായോഗിക മാതൃകയായിരുന്നു ആ പുണ്യാത്മാവ് എന്നതിനാലുമാണ്. മറ്റു ജനതകൾ തങ്ങളുടെ പ്രവാചകന്മാരെ സാഷ്ടാംഗം ചെയ്യുന്ന ഇടമാക്കി മാറ്റിയതുപോലെ മുസ്ലിം ഉമ്മത്തിലും ഈ ഭയാനകമായ പാപം ഉണ്ടായിപ്പോകുമോ എന്നതായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ ആശങ്ക. അള്ളാഹുവിന് പകരമായി തന്നെ പ്രതിഷ്ഠിക്കുന്നതിൽ നിന്ന് ആ പുണ്യാത്മാവ് അഭയം തേടുകയും തന്നെ ഒരിക്കലും ഷിർക്കിന് കാരണമാക്കരുത് എന്ന് ഉമ്മത്തിനോട് ഉപദേശിക്കുകയും ചെയ്തു. നിങ്ങളുടെ ദൃഷ്ടി ഒരിക്കലും അള്ളാഹുവിനല്ലാതെ മറ്റൊരാളിലും പതിക്കരുത്. കഴിഞ്ഞ ഖുതുബകളിൽ ഞാൻ ആ പുണ്യാത്മാവിൻ്റെ ദൈവസ്നേഹത്തെക്കുറിച്ചോ ആരാധനയെക്കുറിച്ചോ പരാമർശിച്ചിരുന്നു. അതിൽ വിവരിക്കപ്പെട്ട കാര്യങ്ങൾ ഏതായാലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏത് സംഭവത്തെക്കുറിച്ചാണോ ഈ പശ്ചാത്തലത്തിൽ അവതരിപ്പിച്ചത് അത് തൗഹീദിലേക്കാണ് മാർഗനിർദ്ദേശം നൽകിയിരുന്നത്. അല്ലെങ്കിൽ അതിൽ തൗഹീദ് സ്ഥാപിക്കുന്നതിനുള്ള
ആ പുണ്യാത്മാവിൻ്റെ ആവേശവും താൽപ്പര്യവും ദൃശ്യമായിരുന്നു. തൗഹീദ് സ്ഥാപിക്കുന്നതിനായുള്ള ഈ പ്രവർത്തനം കുട്ടിക്കാലം മുതൽക്കേ അള്ളാഹു ആ പുണ്യാത്മാവിൽ വളർത്തിയെടുത്ത ഉന്നതമായ സ്ഥാനത്തെ പ്രതിഫലിപ്പിക്കുന്നു. അള്ളാഹുവിൻ്റെ ആധ്യാത്മിക പ്രബോധനമായ ആ സമ്പൂർണ്ണ അധ്യാപനത്തിൽ നിന്ന് അതിൻ്റെ ആഴത്തെക്കുറിച്ചുള്ള അറിവ് നമുക്ക് ലഭിക്കുന്നു. പരിശുദ്ധ ഖുർആനിൽ പലതവണ വിവിധ വശങ്ങളിലൂടെ നമുക്ക് തൗഹീദ് പഠിപ്പിച്ചു നൽകിയിട്ടുണ്ട്. അള്ളാഹു സൂറ അംബിയായിൽ ഇപ്രകാരം അരുളുന്നു: വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. നിനക്ക് മുമ്പ് നാം അയച്ച ഓരോ പ്രവാചകനിലേക്കും തീർച്ചയായും ഞാനല്ലാതെ മറ്റൊരു ആരാധ്യനുമില്ല, അതിനാൽ എനിക്ക് മാത്രം ആരാധന അർപ്പിക്കുക എന്ന് നാം ദിവ്യബോധനം നൽകിയിരുന്നു. ഇപ്രകാരം ആരാധനയുടെ ഏത് രീതികളാണോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചത്, തൗഹീദിൻ്റെ പദവിയുടെ അവകാശം നിറവേറ്റിക്കൊണ്ട് അദ്ദേഹം എപ്രകാരമാണോ ആരാധനകൾ നിർവഹിച്ചത്, അതിൻ്റെ 10 പോലും മറ്റ് മതങ്ങളിൽ കാണാൻ സാധിക്കില്ല. പിന്നീട് അള്ളാഹു ഖുർആനിൽ പ്രകാരം അരുളുന്നു: ഖുൽ ഇന്നി ഉമിർതു അന അഅ്ബുദല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. പറയുക, അള്ളാഹുവിന് മാത്രം കീഴ്പ്പെട്ട് ദീനിനെ അവനായി മാത്രം നിഷ്കളങ്കമാക്കി അവനെ ആരാധിക്കാനാണ് എന്നോട് കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അതിനാൽ ഒരു യഥാർത്ഥ മുസ്ലിം ഇത് പാരായണം ചെയ്യുമ്പോൾ താൻ നിഷ്കളങ്കനായി അള്ളാഹുവിനെ ആരാധിക്കുമെന്നും ശുദ്ധമായ തൗഹീദ് സ്ഥാപിക്കാൻ പരിശ്രമിക്കുമെന്നും പ്രഖ്യാപിക്കും. ഖുർആനിൽ കൽപ്പിക്കപ്പെട്ട ഈ പ്രഖ്യാപനത്തിലൂടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്ഥാപിച്ച ആ മാതൃകയെ നാം പിന്തുടരണം. ശുദ്ധമായ തൗഹീദ് സ്ഥാപിക്കുന്നതിനൊപ്പം നമ്മുടെ ആരാധനകളുടെ നിലവാരങ്ങൾ ഉയർത്തുകയാണെങ്കിൽ നമുക്കൊരു വിപ്ലവം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ മാത്രമേ നാം യഥാർത്ഥ മുവഹിദുകൾ അഥവാ ഏകദൈവ വിശ്വാസികൾ എന്ന് വിളിക്കപ്പെടുകയുള്ളൂ. അല്ലാത്ത പക്ഷം അവ വെറും വാക്കുകൾ മാത്രമായിരിക്കും. പിന്നീട് അല്ലാഹു അരുളുന്നു: വഅബ്ദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈആ. അള്ളാഹുവിനെ ആരാധിക്കുക, യാതൊന്നിനെയും അവനുമായി പങ്കുചേർക്കരുത്. മറ്റൊരിടത്ത് അള്ളാഹു ഇപ്രകാരം അരുളുന്നു: വ ഇലാഹുക്കും ഇലാഹും വാഹിദുൻ ലാ ഇലാഹ ഇല്ലാ ഹുവർ റഹ്മാനുർ റഹീം. നിങ്ങളുടെ ദൈവം ഏകനായ ദൈവമാണ്, പരമകാരുണികനും കരുണാനിധിയുമായ അവനല്ലാതെ മറ്റൊരു ദൈവവുമില്ല. പിന്നീട് ഖുർആന്റെ അവസാന ഭാഗത്ത് അള്ളാഹു തൻ്റെ തൗഹീദ് സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു: ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. പറയുക, അവൻ അല്ലാഹു ഏകനാകുന്നു, അല്ലാഹു സർവരാലും ആശ്രയിക്കപ്പെടുന്നവനും എന്നാൽ ആരെയും ആശ്രയിക്കാത്തവനുമാകുന്നു. അവൻ ആരെയും ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിക്കപ്പെട്ടിട്ടുമില്ല, അവന് തുല്യനായി ആരുമില്ല. അള്ളാഹുവിടെ എല്ലാത്തരം ശിർക്കിനെയും നിഷേധിക്കുകയും ഇത് ലോകത്തോട് പ്രഖ്യാപിക്കാൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് കൽപ്പിക്കുകയും ചെയ്തു. അതിനാൽ ആ പുണ്യാത്മാവിൻ്റെ അനുയായികൾ ഇത് പാരായണം ചെയ്യുമ്പോൾ ഈ സൂറത്തിലും മറ്റനേകം ഇടങ്ങളിലും പ്രഖ്യാപിക്കപ്പെട്ട ആ ശുദ്ധമായ തൗഹീദ് പ്രഖ്യാപിക്കുക എന്നത് നമ്മുടെയും കടമയാണ്. അള്ളാഹു ഏകനാണെന്നും അവൻ എല്ലാറ്റിൽ നിന്നും മുക്തനാണെന്നും മറിച്ച് മറ്റെല്ലാ വസ്തുക്കളും അവൻ ആശ്രയിച്ചാണെന്നും
നമ്മുടെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും ലോകത്തിന് കാണിച്ചു കൊടുക്കണം. അവൻ ആരുടെയും പിതാവോ പുത്രനോ അല്ല. അവന് തുല്യനായി ആരും തന്നെയില്ല. എല്ലാ മതങ്ങളിലെയും വികലമായ അധ്യാപനങ്ങളെ നിരാകരിക്കുന്ന ഒരു പ്രഖ്യാപനമാണിത്. ഈ അധ്യാപനത്തിലൂടെ മാത്രമേ മനുഷ്യന് അള്ളാഹുവിൻ്റെ സാമീപ്യം ലഭിക്കുകയുള്ളൂ. ഇതിൻ്റെ ഏറ്റവും ഉന്നതമായ മാതൃക നമ്മുടെ യജമാന പ്രഭുവായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും തൗഹീദ് സ്ഥാപിക്കുന്നതിനായാണ് ചെലവഴിക്കപ്പെട്ടത്. മറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുട്ടിക്കാലം മുതൽക്കേ അള്ളാഹു അദ്ദേഹത്തെ ശുദ്ധമായ തൗഹീദിനായി വളർത്തിയെടുത്തു. ഖുർആൻ ഈ സന്ദേശത്താൽ നിറഞ്ഞു നിൽക്കുകയാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സീറത്തിലെ ചില സംഭവങ്ങൾ ഞാൻ വിവരിക്കാം. ഇത് കുട്ടിക്കാലം മുതൽ പ്രവാചകത്വ ലബ്ധി വരെയും അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും തൗഹീദിനായുള്ള അദ്ദേഹത്തിൻ്റെ താൽപ്പര്യത്തെയും പരിശ്രമങ്ങളെയും വെളിപ്പെടുത്തുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകൃതം അത്രമേൽ പരിശുദ്ധമായിരുന്നു. തൗഹീദിനോടുള്ള സ്നേഹം ആ പുണ്യാത്മാവിൻ്റെ സിരകളിൽ നിക്ഷേപിക്കപ്പെട്ടിരുന്നു. പ്രവാചകത്വ പദവിയിലെത്തുന്നതിനു മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വഭാവം ശിർക്കിനോടും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതിനോടും തികഞ്ഞ വിമുഖത കാണിക്കുകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു നിവേദനത്തിൽ ഹസ്രത്ത് ഉമ്മു ആമിന പ്രകാരം വിവരിക്കുന്നു: ഖുറൈശികൾ വളരെയധികം ആദരിച്ചിരുന്ന ഒരു വിഗ്രഹമായിരുന്നു ബുവാന. അവർ അവിടെ പോയി ബലികർമ്മങ്ങൾ നടത്തുകയും വർഷത്തിലൊരിക്കൽ അവിടെ ഭജനമിരിക്കുകയും ചെയ്യുമായിരുന്നു. അബൂ താലിബും തൻ്റെ ജനതയോടൊപ്പം അവിടെ പോകാറുണ്ടായിരുന്നു. അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചുവെങ്കിലും ആ പുണ്യാത്മാവ് അത് നിരസിക്കുകയാണ് ചെയ്തത്. ഒരിക്കൽ ആ പുണ്യാത്മാവിൻ്റെ പ്രതിർ സഹോദരിമാരും അബൂ താലിബും ആ പുണ്യാത്മാവിനോട് കഠിനമായി ദേഷ്യപ്പെടുകയും ഇപ്രകാരം ചോദിക്കുകയും ചെയ്തു: മുഹമ്മദ്, നീ എന്താണ് ആഗ്രഹിക്കുന്നത്? നിന്റെ ജനതയുടെ ആഘോഷങ്ങളിൽ പങ്കുചേർന്ന് അവരുടെ ഒത്തുചേരലിന് നീ കരുത്തേകില്ലേ? ഏതായാലും തൻ്റെ പിതൃ സഹോദരിമാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഒരിക്കൽ ആ പുണ്യാത്മാവ് അവിടെ പോയെങ്കിലും അതീവ ഭയത്തോടുകൂടി തിരിച്ചു വന്നു. താൻ അവിടെ ഒരു വിചിത്രമായ കാഴ്ച കണ്ടുവെന്ന് ആ പുണ്യാത്മാവ് പറഞ്ഞു. ഇത്രയും നല്ലൊരു മനുഷ്യനിൽ പിശാചിന് സ്വാധീനം ചെലുത്താൻ കഴിയില്ലെന്ന് പിതൃ സഹോദരിമാർ പറഞ്ഞു. നിങ്ങളെന്താണ് കണ്ടതെന്ന് അവർ ചോദിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം മറുപടി നൽകി: ഞാൻ ആ വിഗ്രഹത്തിനടുത്ത് ചെല്ലാൻ തുടങ്ങുമ്പോഴെല്ലാം ശുഭ്രവസ്ത്രധാരികളായ ഒരാൾ അലറിക്കൊണ്ട് പറയുമായിരുന്നു: മുഹമ്മദ്, പിന്നോട്ട് മാറുക, ഈ വിഗ്രഹത്തിൽ സ്പർശിക്കരുത് എന്ന്. ഇതിനുശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കുകളുടെ ഒരു ആഘോഷത്തിലും പങ്കെടുത്തില്ല. അള്ളാഹു തിരുമേനിയെ എപ്പോഴും ഇത്തരം ഷിർക്കിൻ്റെ ആചാരങ്ങളിൽ നിന്ന് സുരക്ഷിതനാക്കി. പ്രവാചകത്വവാദത്തിനു മുമ്പുള്ള കാര്യമാണിത്. കുട്ടിക്കാലത്ത് തൻ്റെ പിതാമഹനായ അബൂ താലിബിനോടൊപ്പം ഷാം യാത്ര ചെയ്യുന്നതിനിടയിൽ ക്രിസ്ത്യൻ സന്യാസിയായ ബഹീറയുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അന്ന് ആ പുണ്യാത്മാവിൻ്റെ ഒരു ചോദ്യത്തിന് മറുപടിയായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറഞ്ഞു: ലാത്ത്, ഉസ്സ എന്നീ വിഗ്രഹങ്ങളെക്കുറിച്ച് എന്നോട് ചോദിക്കരുത്. അള്ളാഹുവാണ്, അവയേക്കാൾ കൂടുതൽ ഞാൻ വെറുക്കുന്ന മറ്റൊന്നുമില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹസ്രത്ത് ഖദീജയുടെ കച്ചവട സാമഗ്രികളുമായി സിറിയയിലേക്ക് പോയപ്പോൾ അദ്ദേഹം ആ സാധനങ്ങൾ വിൽക്കുകയും പകരം മറ്റ് സാധനങ്ങൾ വാങ്ങുകയും ചെയ്തു. ഇതിനിടയിൽ
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഒരാളും തമ്മിൽ ഒരു കാര്യത്തിൽ തർക്കമുണ്ടായി. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ലാത്ത്, ഉസ്സ എന്നീ വിഗ്രഹത്തെ തൊട്ട് ആണയിടുക, എങ്കിൽ മാത്രമേ ഞാൻ താങ്കളുടെ വാക്ക് വിശ്വസിക്കുകയുള്ളൂ. അപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം അരുളി, ഞാൻ ഒരിക്കൽ പോലും ആ വിഗ്രഹങ്ങളെ സാക്ഷി നിർത്തി സത്യം ചെയ്തിട്ടില്ല. ഞാൻ അവയുടെ അരികിലൂടെ കടന്നു പോകുമ്പോൾ പോലും മുഖം തിരിക്കാറാണ് പതിവ്. എന്നിരിക്കെ നിങ്ങൾ എന്നോട് അതിൽ സത്യം ചെയ്യാൻ പറയുന്നത് എപ്രകാരമാണ്? ഈ തൗഹീദ് പ്രാപിക്കുന്നതിനായാണ് അദ്ദേഹം ഹിറാ ഗുഹയിൽ പോയിരുന്നത്. ഇതിനെക്കുറിച്ച് മുമ്പും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഏകനായ ദൈവത്തെ ആരാധിക്കുന്നതിനും തൗഹീദിനുമായുള്ള അദ്ദേഹത്തിൻ്റെ അടങ്ങാത്ത താൽപ്പര്യം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ഇതിൻ്റെ ചിത്രം ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബിയുടെ ഇപ്രകാരം വരച്ചു കാട്ടുന്നു. ഹിറാ ഗുഹ മക്കയിലെ പർവ്വതങ്ങളിൽ പ്രശസ്തമായ ഹിറാ മലയിലാണ്. ഇത് മക്കയിൽ നിന്ന് 3 മൈൽ ദൂരത്തിലാണ്. ഇന്നത്തെ കാലത്ത് ഇതിനെ ജബലുന്നൂർ എന്ന് വിളിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിഗ്രഹങ്ങളോട് വെറുപ്പായിരുന്നു എന്ന് മാത്രമല്ല, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരെയും ഏകനായ ദൈവത്തിൽ നിന്ന് അകന്നു കഴിയുന്നവരെയും കുറിച്ച് ആ പുണ്യാത്മാവ് ഖേദിക്കുമായിരുന്നു. താൻ മാത്രമല്ല, ജനങ്ങൾ എന്തിനാണ് വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത് എന്നതായിരുന്നു ആ പുണ്യാത്മാവിൻ്റെ സങ്കടം. പ്രവാചകത്വ ലബ്ധിക്ക് മുമ്പ് ജനവാസ മേഖലയിൽ നിന്നകന്ന് ഈ ഗുഹയിൽ ആ പുണ്യാത്മാവ് ആരാധനകൾ നടത്തിയിരുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് 40 വയസ്സായപ്പോൾ ഒരു ദിവസം ജിബ്രീൽ പ്രത്യക്ഷപ്പെടുകയും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ ആദ്യത്തെ വഹി അവതരിക്കുകയും ചെയ്തു. അങ്ങനെ അള്ളാഹു ആ പുണ്യാത്മാവിനെ ദൈവനിയുക്തനാക്കി. ഈ ആദ്യത്തെ ദിവ്യബോധനം ലഭിച്ചതോടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളെ അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് ക്ഷണിക്കാൻ തുടങ്ങി. ശിർക്കിനെതിരെ ഉത്ബോധിപ്പിക്കാനും തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ ആ പുണ്യാത്മാവ് തൻ്റെ ലക്ഷ്യം പരസ്യമായി പ്രകടിപ്പിച്ചില്ല. മറിച്ച് വളരെ നിശബ്ദമായി പ്രവർത്തനം തുടങ്ങുകയും തൻ്റെ പരിചിത വൃത്തത്തിൽ മാത്രം അധ്യാപനങ്ങൾ പരിമിതപ്പെടുത്തുകയും ചെയ്തു. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം വെളിപ്പെടുത്തുന്നതിനായുള്ള ഒരു മഹാനായ മുജദ്ദിദ് അഥവാ യുഗപരിഷ്കർത്താവായിരുന്നു. ആ പുണ്യാത്മാവ് ലോകത്തു നിന്ന് നഷ്ടപ്പെട്ടു പോയ സത്യത്തെ വീണ്ടും തിരികെ കൊണ്ടുവന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ ഇരുട്ടിൽ ആണ്ടുകിടക്കുന്നതായാണ് കണ്ടത്. പിന്നീട് ആ പുണ്യാത്മാവിൻ്റെ ആവിർഭാവത്തോടെ ആ ഇരുട്ട് പ്രകാശമായി മാറി എന്ന അഭിമാനകരമായ കാര്യത്തിൽ അദ്ദേഹത്തോട് പങ്കുചേരാൻ മറ്റാർക്കും സാധ്യമല്ല. ആ പുണ്യാത്മാവ് ഏത് ജനതയിലാണോ നിയോഗിക്കപ്പെട്ടത്, ആ ജനത മുഴുവൻ ശിർക്കിൻ്റെ പുടവ അഴിച്ചുമാറ്റി തൗഹീദിൻ്റെ വസ്ത്രം ധരിക്കുന്നത് വരെ ആ പുണ്യാത്മാവിന് വഫാത്ത് സംഭവിച്ചില്ല. അത്രമാത്രമല്ല, ആ ആളുകൾ ഈമാൻ്റെ ഉന്നത പദവികളിലെത്തുകയും ലോകത്തിൻ്റെ മറ്റൊരു ഭാഗത്തും കാണാൻ കഴിയാത്ത വിധം സത്യസന്ധതയുടെയും വിശ്വസ്തതയുടെയും ദൃഢനിശ്ചയത്തിൻ്റെയും ഉദാത്തമായ മാതൃകകൾ അവരിൽ നിന്ന് പ്രകടമാവുകയും ചെയ്തു. ഈ വിജയവും ഇത്രത്തോളം മഹാവിജയവും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കല്ലാതെ മറ്റൊരു പ്രവാചകനും ലഭിച്ചിട്ടില്ല. ലോകം അതീവ അന്ധകാരത്തിൽ കഴിയുകയും സ്വാഭാവികമായും ഒരു മഹാനായ പരിഷ്കർത്താവിനെ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അദ്ദേഹം നിയോഗിക്കപ്പെട്ടത് എന്നതുതന്നെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിനുള്ള വലിയൊരു തെളിവാണ്. ലക്ഷക്കണക്കിന് മനുഷ്യർ ചെറുക്കും വിഗ്രഹാരാധനയും ഉപേക്ഷിച്ച് തൗഹീദും
നേരായ പാതയും സ്വീകരിച്ചു കഴിഞ്ഞ ഒരു സമയത്താണ് അദ്ദേഹം ഈ ലോകത്തു നിന്ന് യാത്രയായത്. വാസ്തവത്തിൽ ഈ സമ്പൂർണ്ണ പരിഷ്കരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മാത്രം അവകാശപ്പെട്ടതായിരുന്നു. വന്യമൃഗങ്ങളുടെ സ്വഭാവമുള്ള ഒരു ജനതയെ ആ പുണ്യാത്മാവ് മനുഷ്യത്വം പഠിപ്പിച്ചു. അല്ലെങ്കിൽ വാചകാന്തരേണ മൃഗതുല്യരെ ആ പുണ്യാത്മാവ് മനുഷ്യരാക്കി മാറ്റി, മൃഗങ്ങളെ മനുഷ്യരാക്കി. പിന്നീട് മനുഷ്യരെ വിദ്യാസമ്പന്നരായ മനുഷ്യരാക്കി. അതിനുശേഷം വിദ്യാസമ്പന്നരായ മനുഷ്യരെ ദൈവോന്മുഖരായ മനുഷ്യരാക്കി മാറ്റി. അവരിൽ ആത്മീയതയുടെ ചൈതന്യം ഊതി നിറക്കുകയും സത്യദൈവവുമായി അവർക്ക് ബന്ധമുണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. അവർ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ആടുകളെപ്പോലെ അറുക്കപ്പെട്ടു, ഉറുമ്പുകളെപ്പോലെ കാലുകൾക്കിടയിൽ ചതച്ചരയ്ക്കപ്പെട്ടു. എങ്കിലും അവർ ഈമാൻ കൈവിട്ടില്ല. മറിച്ച് ഓരോ പ്രതിസന്ധിയിലും അവർ സത്വരം മുന്നേറുകയുണ്ടായി. അതിനാൽ ആത്മീയത സ്ഥാപിച്ചതിലൂടെ നമ്മുടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്സംശയം രണ്ടാം ആദമായിരുന്നു. യഥാർത്ഥത്തിൽ മനുഷ്യത്വത്തിൻ്റെ എല്ലാ ഗുണങ്ങളും പൂർണ്ണതയിലെത്തിയത് ആരുടെ തണലിലാണോ ആ യഥാർത്ഥ ആദം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു. എല്ലാ നന്മയുടെ ശക്തികളും അവയുടെ ദൗത്യങ്ങളിൽ ഏർപ്പെടുകയും മനുഷ്യപ്രകൃതിയുടെ ഒരു ശാഖ പോലും ഫലശൂന്യമായി അവശേഷിക്കാതിരിക്കുകയും ചെയ്തു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രവാചകത്വം മുദ്രണം ചെയ്യപ്പെട്ടത് കാലഗണനയിലെ അവസാന പ്രവാചകൻ എന്ന നിലയിൽ മാത്രമല്ല, മറിച്ച് പ്രവാചകത്വത്തിൻ്റെ എല്ലാ പൂർണ്ണതകളും ആ പുണ്യാത്മാവിൽ അവസാനിച്ചു എന്നതുകൊണ്ടുകൂടിയാണ്. പിന്നൊരിടത്ത് അദ്ദേഹം പ്രസ്താവിക്കുന്നു, നാഥ, നിനക്ക് 1000 നന്ദി. നീ നിന്നെ തന്നെ തിരിച്ചറിയാനുള്ള വഴി ഞങ്ങൾക്ക് കാണിച്ചു തരികയും നിന്റെ പരിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് ചിന്തയുടെയും ബുദ്ധിയുടെയും തെറ്റുകളിൽ നിന്നും പിഴവുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്തു. പ്രവാചക ശ്രേഷ്ഠനായ ഹസ്രത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേലും തിരുകുടുംബത്തിന്മേലും തിരു സഹാബാക്കൾക്കുമേലും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളും സമാധാനവും ഉണ്ടാകട്ടെ. വഴിതെറ്റിപ്പോയ ഒരു ലോകത്തെ അള്ളാഹു ആ പുണ്യാത്മാവ് മുഖേന നേരായ പാതയിലേക്ക് നയിച്ചു. ആ പുണ്യാത്മാവ് വിസ്മൃതിയിൽ ആണ്ടുപോയ സൃഷ്ടികളെ വീണ്ടും സന്മാർഗത്തിലേക്ക് കൊണ്ടുവന്ന പരിപാലകനും ഉപകാരിയുമാണ്. ജനങ്ങളെ ശിർക്കിൻ്റെയും വിഗ്രഹങ്ങളുടെയും വിപത്തിൽ നിന്ന് മോചിപ്പിച്ച മഹാനായ ഉദാരമതിയാണ്. തൗഹീദിൻ്റെ പ്രകാശം ലോകത്തെമ്പാടും പരത്തിയ പ്രകാശമാണ്. വഴിപിഴച്ച ഹൃദയങ്ങളെ സത്യത്തിൽ ഉറപ്പിച്ചു നിർത്തിയ കാലഘട്ടത്തിൻ്റെ വൈദ്യനും വിജ്ഞാനിയുമാണ്. മൃതരെ ജീവാമൃതം പാനം ചെയ്യിപ്പിച്ച കരുണാമയനും ദയാവാനുമാണ്. തൻ്റെ ഉമ്മത്തിനായി ദുഃഖങ്ങൾ പേറുകയും വേദനകൾ സഹിക്കുകയും ചെയ്ത ദയാലുവും കാരുണ്യവാനുമാണ്. നമ്മെ മരണമുഖത്തു നിന്ന് രക്ഷിച്ചു കൊണ്ടുവന്ന ധീരനും പടയാളിയുമാണ് അദ്ദേഹം. ആരാധനയിൽ ശിരസ് നമിക്കുകയും സ്വന്തം അസ്തിത്വത്തെ മണ്ണോട് ചേർക്കുകയും ചെയ്ത സഹനശീലനും നിസ്വാർത്ഥനുമായ മനുഷ്യനാണ്. അള്ളാഹുവിൻ്റെ പ്രതാപം മാത്രം ഇഷ്ടപ്പെടുകയും മറ്റുള്ളവയെ തൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മാറ്റുകയും ചെയ്ത പരിപൂർണനായ ഏകദൈവ വിശ്വാസിയും ജ്ഞാനസാഗരവുമാണ്. നിരക്ഷരനായിരുന്നിട്ടും യാഥാർത്ഥ്യങ്ങളുടെ വിജ്ഞാനത്തിൽ എല്ലാവരെക്കാളും ഉന്നതനായി മാറുകയും ഓരോ ജനതയുടെയും തെറ്റുകളെയും പിഴവുകളെയും ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത റഹ്മാനായ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെ അത്ഭുതമാണ്. പിന്നീട് അദ്ദേഹം എടുത്ത് പ്രസ്താവിക്കുന്നു, ഇന്ന് ലോകത്തിൻ്റെ താളുകളിൽ തൗഹീദ് എന്ന് വിളിക്കപ്പെടുന്ന ആ സംഗതി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലല്ലാതെ മറ്റൊരു വിഭാഗത്തിലും കാണപ്പെടുന്നില്ല. കോടിക്കണക്കിന് സൃഷ്ടികളെ അള്ളാഹുവിൻ്റെ ഏകത്വത്തിൽ ഉറപ്പിച്ചു നിർത്തുകയും പൂർണ്ണമായ ആദരവോടെ ആ സത്യദൈവത്തിലേക്ക് വഴി നടത്തുകയും ചെയ്യുന്ന ഖുർആനല്ലാതെ മറ്റൊരു ഗ്രന്ഥത്തിൻ്റെയും അടയാളം കാണാനില്ല. ഓരോ ജനതയും തങ്ങളുടേതായ കൃത്രിമ ദൈവങ്ങളെ ഉണ്ടാക്കി വച്ചിരിക്കുന്നു.
മുസ്ലിങ്ങളുടെ ദൈവം അനാദിയും അനന്തനും മാറ്റമില്ലാത്തവനുമാണ്. അവൻ തൻ്റെ അനാദിയായ ഗുണവിശേഷങ്ങളിൽ മുമ്പുണ്ടായിരുന്നത് പോലെ തന്നെയാണ് ഇപ്പോഴും. എന്നാൽ ഇന്ന് മുഹമ്മദിയ ഉമ്മത്തും ഈ തൗഹീദിൻ്റെ മഹത്വത്തെ മറന്നുകൊണ്ടിരിക്കുകയാണ് എന്നത് സങ്കടകരമാണ്. അള്ളാഹു നൽകിയ അധ്യാപനങ്ങളിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പകർന്നു നൽകിയ സന്മാർഗത്തിലും ഉണ്ടായിരുന്ന ആ യഥാർത്ഥ തൗഹീദ് ഇന്ന് അവരിൽ അവശേഷിക്കുന്നില്ല. ശുദ്ധമായ തൗഹീദിനെ മറന്നത് കാരണം അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളിൽ ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട ആ ശുദ്ധമായ ഈമാൻ ഇല്ലാതായിരിക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സത്യസന്ധനായ സേവകനെ വിശ്വസിച്ചവരുടെ കടമയാണ് തൗഹീദിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും അതിനായി തങ്ങളിൽ പ്രത്യേക മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുക എന്നത്. ഇത് ആരാധനയുടെ പ്രത്യേക മാസമായ റമദാൻ മാസമാണ്. ഇതിൽ പ്രത്യേകമായും അതിനായി പരിശ്രമിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ജീവിതകാലം മുഴുവൻ തൗഹീദ് സ്ഥാപിക്കുന്നതിനായി എപ്രകാരം പരിശ്രമിച്ചുവോ, അദ്ദേഹത്തോടുള്ള സ്നേഹം നാം അവകാശപ്പെടുന്നുണ്ടെങ്കിൽ അതിനായി നാമും പ്രത്യേക പരിശ്രമം നടത്തേണ്ടതുണ്ട്. അള്ളാഹുവിൻ്റെ കൽപ്പനയാൽ തൗഹീദ് സ്ഥാപിക്കുന്നതിനായി അദ്ദേഹം എപ്രകാരം പരിശ്രമിക്കുകയും അതിനായി കഷ്ടപ്പാടുകൾ സഹിക്കുകയും ചെയ്തു എന്നതിനെക്കുറിച്ച് മുസ്ലിം മൗദ് റളിയല്ലാഹു അൻഹു ഒരിടത്ത് ഇപ്രകാരം വിവരിക്കുന്നു. ഖുർആനിൽ അള്ളാഹു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അരുളുന്നു, നിന്റെ അടുത്ത ബന്ധുക്കൾക്ക് നീ മുന്നറിയിപ്പ് നൽകുക. ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുന്നതിന് മുമ്പ് സ്വന്തം ബന്ധുക്കൾക്ക് അത് നൽകുക. കാരണം അവർക്ക് നിന്നിൽ ഇരട്ടി അവകാശമുണ്ട്. ഒന്ന്, മറ്റുള്ളവരെ പോലെ അവരും നാശത്തിലേക്ക് പോകാതിരിക്കുക. രണ്ട്, അവർ നിന്റെ ബന്ധുക്കളാണ്. അവരുടെ പൂർവികർ നിന്നോട് നല്ല രീതിയിൽ പെരുമാറിയവരുമാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം. അതായത് ദാനധർമ്മങ്ങൾ വീട്ടിൽ നിന്ന് തുടങ്ങണം. അതുപോലെ ഉപദേശങ്ങളും സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. അതിനാൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കൽപ്പന അനുസരിച്ചുകൊണ്ട് മക്കയിലെ പതിവനുസരിച്ച് സഫാ മലമുകളിൽ കയറി നിന്ന് വിവിധ ഗോത്രങ്ങളെ പേരെടുത്ത് വിളിക്കാൻ തുടങ്ങി. ആദ്യം അദ്ദേഹം ആലു ഗാലിബ് ഗോത്രത്തെ വിളിച്ചു. അവർ മസ്ജിദുൽ ഹറാമിൽ നിന്ന് പുറത്തു വന്ന് സഫാ മലയുടെ താഴ്വാരത്ത് ഒത്തുകൂടി. ആ സമയം അബൂലഹബ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ആലു ഗാലിബ് എത്തിക്കഴിഞ്ഞു, താങ്കൾക്ക് പറയാനുള്ളത് പറയുക. എന്നാൽ ആ പുണ്യാത്മാവ് അബൂലഹബിൻ്റെ വാക്കിന് ചെവി കൊടുക്കാതെ ലുഅയ്യ് ഗോത്രത്തെ വിളിച്ചു. അവർ വന്നപ്പോൾ അബൂലഹബ് വീണ്ടും പറഞ്ഞു, ഇപ്പോൾ ലുഅയ്യ് ഗോത്രവും എത്തിക്കഴിഞ്ഞു, ഇനി പറയൂ. എങ്കിലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഗൗനിക്കാതെ ആലു മുറയെയും പിന്നീട് ആലു കിലാബിനെയും ആലു കുസയ്യയെയും വിളിച്ചു. അങ്ങനെ എല്ലാവരും ഒത്തുകൂടി. നേരിട്ട് വരാൻ കഴിയാത്തവർ എന്താണ് കാര്യമെന്നറിയാൻ തങ്ങളുടെ പ്രതിനിധികളെ അയച്ചു. ഖുറൈശികൾ ഉൾപ്പെടെ മക്കയിലെ എല്ലാ ഗോത്രങ്ങളും ഒത്തുകൂടിയപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു, നോക്കൂ, ഈ മലയ്ക്ക് പിന്നിൽ നിങ്ങളെ ആക്രമിക്കാനായി ഒരു വലിയ സൈന്യം പതിയിരിപ്പുണ്ടെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളത് വിശ്വസിക്കുമോ? അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, തീർച്ചയായും ഞങ്ങൾ വിശ്വസിക്കും. കാരണം ഞങ്ങൾ താങ്കളെപ്പോഴും സത്യസന്ധനായാണ് കണ്ടിട്ടുള്ളത്. മക്കയുടെ ഭൂപ്രകൃതി അറിയുന്നവർക്കറിയാം, മൃഗങ്ങൾ മേഞ്ഞു നടക്കുന്ന ആ താഴ്വാരത്ത് ഒരു സൈന്യത്തിന് ഒളിഞ്ഞിരിക്കുക എന്നത് അസാധ്യമായ കാര്യമാണ്. എങ്കിലും ആ പുണ്യാത്മാവിൻ്റെ സത്യസന്ധതയിലുള്ള വിശ്വാസം കാരണം അവർ പറഞ്ഞു, ഞങ്ങളുടെ കണ്ണുകൾ അത് കണ്ടില്ലെങ്കിലും നിങ്ങളുടെ വാക്കു ഞങ്ങൾ വിശ്വസിക്കും. അവർ തൻ്റെ സത്യസന്ധതയിലുള്ള വിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എങ്കിൽ കേട്ടുകൊള്ളുക, ഞാൻ നിങ്ങൾക്ക് സുപ്രധാനമായ ഒരു വാർത്ത നൽകുന്നു. അള്ളാഹു എന്നെ റസൂലായി നിയോഗിച്ചിരിക്കുന്നു. അതിനാൽ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്നെ പിൻപറ്റുക. ഇത് കേട്ട ഉടനെ അബൂലഹബ് ദേഷ്യത്തോടെ പറഞ്ഞു, നിനക്ക് നാശം! ഇതിനാണോ നീ ഞങ്ങളെ ഒരുമിച്ച് കൂട്ടിയത്? മറ്റാളുകളും പരിഹസിച്ചും കളിയാക്കിയും അവിടെ നിന്ന് പിന്തിരിഞ്ഞുപോയി. എന്നാൽ ഈ പരിഹാസമോ എതിർപ്പുകളോ
തൗഹീദ് സ്ഥാപിക്കുന്നതിനുള്ള പരിശ്രമങ്ങളിൽ നിന്ന് ആ പുണ്യാത്മാവിനെ തടഞ്ഞില്ല. ആ പുണ്യാത്മാവ് നിരന്തരം ആ പരിശ്രമത്തിൽ തന്നെ തുടർന്നു. പരിഹാസത്തിന് പിന്നാലെ എതിർപ്പുകൾ വർദ്ധിച്ചു വന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ എതിർപ്പുകളുടെ ചരിത്രത്തെ ചരിത്രഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹസ്രത്ത് മിർസ ബഷീർ അഹമ്മദ് സാഹിബ് ഇപ്രകാരം വിവരിക്കുന്നു. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്രത്തോളം മഹത്തായ ദൗത്യവുമായാണ് വന്നത്, അത്രത്തോളം കഠിനമായ എതിർപ്പുകൾ അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമായിരുന്നു. കാരണം അന്ധകാരം അതിൻ്റെ പൂർണ്ണ ശക്തി പ്രാപിച്ച ഒരു കാലഘട്ടത്തിലാണ് ആ പുണ്യാത്മാവ് നിയോഗിക്കപ്പെട്ടത്. പ്രകാശം വരുമ്പോൾ ഇരുട്ടിൻ്റെ സൈന്യം തങ്ങളുടെ സർവശക്തിയും ഉപയോഗിച്ച് അതിനെ നേരിടുക എന്നത് സ്വാഭാവികമാണ്. അപ്രകാരം തന്നെ സംഭവിക്കുകയും ചെയ്തു. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരെക്കാളും കൂടുതൽ എതിർപ്പുകൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് നേരിടേണ്ടി വന്നു. ഈ എതിർപ്പുകളുടെ ബാഹ്യമായ കാരണങ്ങളിലൊന്ന് ഖുറൈശികൾ അങ്ങേയറ്റം വിഗ്രഹാരാധനയിൽ മുഴുകിയ ഒരു ജനതയായിരുന്നു എന്നതായിരുന്നു. വിഗ്രഹങ്ങളോടുള്ള ആദരവും സ്നേഹവും അവരുടെ ഹൃദയങ്ങളിൽ അത്രമേൽ ആഴ്ന്നിറങ്ങിയിരുന്നു. അവയ്ക്കെതിരായ ഒരു വാക്കുപോലും കേൾക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രം നിർമ്മിക്കപ്പെട്ട കഅബയിൽ പോലും ആ അതിക്രമികൾ നൂറുകണക്കിന് വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിച്ചിരുന്നു. തങ്ങളുടെ എല്ലാ ആവശ്യങ്ങൾക്കുമായി അവർ ആ വിഗ്രഹങ്ങളെയാണ് ആശ്രയിച്ചിരുന്നത്. ഇസ്ലാം വന്നപ്പോൾ അതിന് അടിസ്ഥാന തത്വം തന്നെ തൗഹീദായിരുന്നു. മനുഷ്യനോ മരത്തിനോ കല്ലിനോ നക്ഷത്രങ്ങൾക്കോ മുന്നിൽ ശിരസ് നമിക്കരുത് എന്ന് അത് കണിശമായി കൽപ്പിച്ചു. സൃഷ്ടിച്ച ആ സത്യക്ക് മാത്രം നിങ്ങൾ സാഷ്ടാംഗം ചെയ്യുക എന്നതായിരുന്നു അതിൻ്റെ അധ്യാപനം. എത്രമാത്രമല്ല, ഖുറൈശികളുടെ വിഗ്രഹങ്ങൾ നരകത്തിലെ വിറകുകളാണെന്ന് പ്രഖ്യാപിക്കപ്പെട്ടത് അവരുടെ ചിന്തയിൽ വിഗ്രഹങ്ങളെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. ഈ കാര്യങ്ങൾ ഖുറൈശികളുടെ ഉള്ളിൽ പകയുടെ തീ ജ്വലിപ്പിക്കുകയും ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ അവർ ഒറ്റക്കെട്ടായി എഴുന്നേൽക്കുകയും ചെയ്തു. മറ്റ് പല കാരണങ്ങളും ഉണ്ടായിരുന്നു, എങ്കിലും ഇതായിരുന്നു പ്രധാന കാരണം. ഹസ്രത്ത് മസീഹ് മൗഊദ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രസ്താവിക്കുന്നു, ഒരു പ്രവാചകനോ റസൂലോ അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ അനുയായികൾ പ്രാവീണ്യരും സത്യസന്ധരും ധീരരും പുരോഗതി പ്രാപിക്കുന്നവരുമായ ഒരു സംഘമായി ജനങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിലവിലുള്ള ഗോത്രങ്ങളുടെയും മതവിഭാഗങ്ങളുടെയും ഉള്ളിൽ അസൂയയും വിദ്വേഷവും ഉണ്ടാവുക സ്വാഭാവികമാണ്. പ്രത്യേകിച്ച് ഓരോ മതത്തിലെയും പണ്ഡിതന്മാരും നേതാക്കളും വലിയ ശത്രുത പ്രകടിപ്പിക്കും. കാരണം ഈ ദൈവപുരുഷൻ്റെ ആവിർഭാവം അവരുടെ വരുമാനത്തെയും പദവിയെയും ബാധിക്കുന്നു. അവരുടെ ശിഷ്യന്മാരും അനുയായികളും അവരുടെ വലയിൽ നിന്ന് പുറത്തു പോകാൻ തുടങ്ങുന്നു. കാരണം അള്ളാഹുവിൽ നിന്ന് നിയോഗിക്കപ്പെട്ട ആ വ്യക്തിയിൽ അവർ ഈമാൻ്റെയും ധാർമ്മികതയുടെയും വിജ്ഞാനത്തിൻ്റെയും ഉന്നത ഗുണങ്ങൾ കാണുന്നു. നന്മ ആഗ്രഹിക്കുന്ന അനുയായികൾ തങ്ങളുടെ പഴയ നേതാക്കളെ ഉപേക്ഷിച്ച് ഈ ദൈവപുരുഷനിലേക്ക് വരുന്നു. അതിനാൽ ബുദ്ധിയും വിവേകവും ഉള്ളവർ ചിന്തിക്കാൻ തുടങ്ങുന്നു. പാണ്ഡിത്യത്തിൻ്റെയും തഖ്വയുടെയും പേരിൽ ഈ പണ്ഡിതന്മാർക്ക് നൽകിയിരുന്ന ആദരവിന് അവർ ഇനി അർഹരല്ലെന്ന്. നജ്മുൽ ഉമ്മ, ഷംസുൽ ഉമ്മ, ഷെയ്ഖുൽ മഷായിഖ് തുടങ്ങിയ അവർക്ക് നൽകിയിരുന്ന ആദരണീയ പദവികൾ ഇനി അവർക്ക് യോജിച്ചതല്ലെന്നും അവർ മനസ്സിലാക്കുന്നു. ഈ കാരണങ്ങളാൽ ബുദ്ധിശാലികൾ അവരിൽ നിന്ന് മുഖം തിരിക്കുന്നു. കാരണം തങ്ങളുടെ ഈമാൻ നശിപ്പിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല. സൽസ്വഭാവികളായ വിശ്വാസികളുടെ രീതി ഇതാണ്. ഇങ്ങനെയുള്ള നഷ്ടങ്ങൾ കാരണം പണ്ഡിതന്മാരും നേതാക്കളും എപ്പോഴും പ്രവാചകന്മാരോട് അസൂയ കാണിച്ചു വരുന്നു. ഇതിന് കാരണം അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരുടെ കാലത്ത് അവരുടെ കപടത വെളിപ്പെടുന്നു എന്നതാണ്. വാസ്തവത്തിൽ ഇവർ അപൂർണരും പ്രകാശം കുറഞ്ഞവരുമാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരോടും സത്യസന്ധരോടുമുള്ള ഇവരുടെ ശത്രുത വെറും സ്വാർത്ഥപരമാണ്. തങ്ങളുടെ സ്വാർത്ഥതയ്ക്ക് അടിപ്പെട്ട് അവർ ഉപദ്രവങ്ങൾ ആസൂത്രണം ചെയ്യുന്നു. പലപ്പോഴും തങ്ങൾ അള്ളാഹുവിൻ്റെ ഒരു പരിശുദ്ധദാസനെ അന്യായമായി വേദനിപ്പിക്കുകയാണെന്നും ദൈവകോപത്തിന് പാത്രമാവുകയാണെന്നും അവർക്ക് മനസ്സിലാകുന്നുണ്ടെങ്കിലും അസൂയയുടെ തീ അവരെ
ശത്രുതയുടെ ഗർത്തത്തിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നു. ഈ കാരണങ്ങളാലാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് മുശ്രിക്കുകളെയും ജൂത ക്രിസ്ത്യൻ പണ്ഡിതന്മാരെയും സത്യം സ്വീകരിക്കുന്നതിൽ നിന്ന് തടഞ്ഞത് എന്ന് മാത്രമല്ല, അവരെ കടുത്ത ശത്രുതയ്ക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തത്. അങ്ങനെ അവർ ഇസ്ലാമിനെ ലോകത്തു നിന്ന് തുടച്ചു നീക്കാൻ ശ്രമിച്ചു. തുടക്കത്തിൽ മുസ്ലിങ്ങൾ കുറവായിരുന്നതിനാൽ തങ്ങളുടെ സമ്പത്തിലും അംഗബലത്തിലും അന്തസ്സിലും പദവികളിലും അഹങ്കരിച്ച് മറ്റു വിഭാഗക്കാരെക്കാൾ തങ്ങളെ ശ്രേഷ്ഠരായി കണക്കാക്കിയിരുന്ന ശത്രുക്കൾ അക്കാലത്ത് മുസ്ലിങ്ങളോട് അഥവാ സ്വഹാബികളോട് അതിക്രൂരമായി പെരുമാറി. ഈ ദൈവിക ചെടി മണ്ണിൽ വേരുറക്കരുതെന്ന് അവർ ആഗ്രഹിച്ചു. ആ സത്യസന്ധരെ നശിപ്പിക്കാൻ അവർ സർവശക്തിയും വിനിയോഗിച്ചു. ഈ മതം ഇവിടെ വേരുപിടിക്കുകയും അതിൻ്റെ അഭിവൃദ്ധി തങ്ങളുടെ മതത്തിൻ്റെയും ജനതയുടെയും നാശത്തിന് കാരണമാവുകയും ചെയ്യുമോ എന്ന് അവർ ഭയപ്പെട്ടു. അവരുടെ ഹൃദയങ്ങളിൽ കുടികൊണ്ട ഈ ഭയം കാരണം അവർ ക്രൂരവും അതിക്രമപരവുമായ നടപടികൾ കൈക്കൊള്ളുകയും വേദനാജനകമായ രീതിയിൽ പല മുസ്ലിങ്ങളെയും വധിക്കുകയും ചെയ്തു. 13 വർഷത്തോളം ഇതേ ക്രൂരത തുടർന്നു. ദൈവത്തിൻ്റെ വിശ്വസ്ത ദാസന്മാരും മനുഷ്യകുലത്തിന് അഭിമാനവുമായവരെ ആ ക്രൂരന്മാർ വാളുകൾ കൊണ്ട് കഷ്ണങ്ങളാക്കി. അനാഥ മക്കളെയും പാവപ്പെട്ട സ്ത്രീകളെയും തെരുവുകളിൽ വെച്ച് അറുത്തു. എന്നിട്ടും തിന്മയോട് പൊരുതരുത് എന്ന് അള്ളാഹുവിൽ നിന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നു. ആ പുണ്യവാന്മാർ അതനുസരിക്കുകയും ചെയ്തു. അവരുടെ രക്തത്താൽ തെരുവുകൾ ചുവന്നു തൊടുത്തു. എങ്കിലും അവർ പരാതിപ്പെട്ടില്ല. ബലിമൃഗങ്ങളെപ്പോലെ അവർ അറുക്കപ്പെട്ടു. എങ്കിലും അവർ നെടുവീർപ്പെട്ടില്ല. മക്കയിലെ അവിശ്വാസികൾ തൗഹീദിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നത് നിർത്താൻ ആ പുണ്യാത്മാവിനെ ഭീഷണിപ്പെടുത്തുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തു. എന്നാൽ ഈ ലോകത്ത് തൗഹീദ് സ്ഥാപിക്കുക എന്നതാണ് എൻ്റെ ജീവിത ലക്ഷ്യം, അതിനായി അള്ളാഹുവിനെ നിയോഗിച്ചിരിക്കുന്നു എന്നതായിരുന്നു പ്രവാചകവര്യൻ്റെ മറുപടി. ഇതിനെക്കുറിച്ച് ഹസ്രത്ത് മുസ്ലിം മൗഊദ് ഒരിടത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു: എതിർപ്പുകൾ കഠിനമായപ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അനുയായികളും ഉറച്ച നിലപാടോടെ അള്ളാഹുവിൻ്റെ ഈ സന്ദേശം മക്കക്കാർക്ക് എത്തിക്കാൻ തുടങ്ങി. ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ ദൈവം ഏകനാണ്. അവനല്ലാതെ മറ്റൊരാരാധ്യനുമില്ല. മുൻകഴിഞ്ഞ എല്ലാ പ്രവാചകന്മാരും അവൻ്റെ ഏകത്വത്തെ അംഗീകരിക്കുകയും തങ്ങളുടെ ജനതയെ ഈ അധ്യാപനത്തിലേക്ക് വിളിക്കുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏകനായ ദൈവത്തിൽ വിശ്വസിക്കുക. തീർത്തും നിസ്സാരരും ശക്തിയില്ലാത്തവരുമായ ഈ ശിലാവിഗ്രഹങ്ങളെ ഉപേക്ഷിക്കുക. മക്കക്കാരെ, നിങ്ങൾ കാണുന്നില്ലേ, അവയ്ക്ക് മുന്നിൽ വെച്ചിട്ടുള്ള വഴിപാടുകളിൽ ഈച്ചകൾ വന്നിരുന്നാൽ അവയെപ്പോലും ഓടിക്കാനുള്ള ശക്തി ഈ വിഗ്രഹങ്ങൾക്കില്ല. ആരെങ്കിലും അവയെ ആക്രമിച്ചാൽ സ്വന്തം സുരക്ഷ ഉറപ്പാക്കാൻ അവയ്ക്ക് കഴിയില്ല. ആരെങ്കിലും അവയോട് ചോദിച്ചാൽ മറുപടി നൽകാൻ അവയ്ക്ക് കഴിയില്ല. ആരെങ്കിലും സഹായം തേടിയാൽ സഹായിക്കാനും അവയ്ക്ക് സാധിക്കില്ല. എന്നാൽ ഏകനായ ദൈവം ചോദിക്കുന്നവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നു. പ്രാർത്ഥിക്കുന്നവർക്ക് ഉത്തരം നൽകുന്നു. സഹായം തേടുന്നവരെ സഹായിക്കുന്നു. ശത്രുക്കളെ കീഴടക്കുന്നു. തൻ്റെ ആരാധകർക്ക് ഉന്നതമായ പുരോഗതികൾ നൽകുന്നു. അവനിൽ നിന്ന് വരുന്ന പ്രകാശം അവൻ്റെ ആരാധകരുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുന്നു. എന്നിട്ടും എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെയുള്ള ദൈവത്തെ ഉപേക്ഷിച്ച് ജീവനില്ലാത്ത വിഗ്രഹങ്ങൾക്ക് മുന്നിൽ തലകുനിക്കുകയും നിങ്ങളുടെ ആയുസ് പാഴാക്കുകയും ചെയ്യുന്നത്? അള്ളാഹുവിൻ്റെ തൗഹീദ് ഉപേക്ഷിച്ചത് കാരണം നിങ്ങളുടെ ചിന്തകൾ മലീമസമാവുകയും ഹൃദയങ്ങൾ ഇരുളടയുകയും ചെയ്തത് നിങ്ങൾ കാണുന്നില്ലേ? നിങ്ങൾ പലവിധത്തിലുള്ള അന്ധവിശ്വാസങ്ങളിൽ അകപ്പെട്ടിരിക്കുന്നു. തൗഹീദ് ഉപേക്ഷിച്ചതിനാൽ ഹൃദയങ്ങളിൽ ദുരൂഹതകൾ ഉടലെടുത്തിരിക്കുന്നു. ഹലാലും ഹറാമും തമ്മിലുള്ള വിവേചനം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. നല്ലതും തീയതും തമ്മിൽ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മാതാക്കളെ അപമാനിക്കുന്നു. സഹോദരിമാരോടും മക്കളോടും അനീതി കാണിക്കുകയും അവർക്കുള്ള അവകാശങ്ങൾ നൽകാതിരിക്കുകയും ചെയ്യുന്നു. ഭാര്യമാരോടുള്ള നിങ്ങളുടെ പെരുമാറ്റം ശരിയല്ല. അനാഥകളുടെ അവകാശങ്ങളെ തട്ടിയെടുക്കുകയും വിധവകളോട് മോശമായി പെരുമാറുകയും ചെയ്യുന്നു.
പാവപ്പെട്ടവരെയും ദുർബലരെയും അടിച്ചമർത്തുന്നു. മറ്റുള്ളവരുടെ അവകാശങ്ങൾ കവർന്നെടുത്ത് നിങ്ങളുടെ മേധാവിത്വം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നു. കള്ളം പറയുന്നതിലോ വഞ്ചിക്കുന്നതിലോ നിങ്ങൾക്ക് ലജ്ജയില്ല. മോഷണത്തോടും കൊള്ളയോടും നിങ്ങൾക്ക് വെറുപ്പില്ല. ചൂതാട്ടവും മദ്യപാനവുമാണ് നിങ്ങളുടെ വിനോദം. വിദ്യ നേടുന്നതിലോ ദേശസേവനത്തിലോ നിങ്ങൾക്ക് താൽപ്പര്യമില്ല. ഏകനായ ദൈവത്തെക്കുറിച്ച് എത്ര കാലം നിങ്ങൾ വിസ്മൃതിയിൽ കഴിയുന്നവരാകും? വരൂ, നിങ്ങളുടെ തെറ്റുകൾ തിരുത്തുക, അക്രമം ഉപേക്ഷിക്കുക. ഈ തിന്മകൾ നിങ്ങളിൽ വളർന്നിരിക്കുന്നു, അവ പരിഷ്കരിക്കുക. ഇന്ന് ഈ തിന്മകൾ ആരിൽ കാണപ്പെടുന്നുണ്ടോ അത് തൗഹീദിൽ നിന്നുള്ള അകൽച്ച കാരണമാണ്. ഏത് ജനതയിലായാലും ഈ തിന്മകളിൽ പലതും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം തൗഹീദിൽ നിന്നുള്ള ദൂരമാണ്. നിർഭാഗ്യവശാൽ ചില മുസ്ലിങ്ങളുടെ അവസ്ഥയും ഇതുതന്നെയാണ്. പിന്നീട് അദ്ദേഹം പ്രകാരം പറഞ്ഞു, ദൈവത്തിൻ്റെ സാമീപ്യം ലഭിക്കാനുള്ള മാർഗം ഓരോ അവകാശിക്കും അവരുടെ അവകാശം നൽകുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ രാജ്യത്തിൻ്റെയും ജനതയുടെയും സേവനത്തിനും ദുർബലരുടെയും പാവപ്പെട്ടവരുടെയും പുരോഗതിക്കുമായി അത് ചെലവഴിക്കുക. സ്ത്രീകളെ ബഹുമാനിക്കുകയും അവരുടെ അവകാശങ്ങൾ നിറവേറ്റുകയും ചെയ്യുക. അനാഥകളെ അള്ളാഹുവിൻ്റെ അമാനത്തായി കരുതുകയും അവരെ പരിരക്ഷിക്കുന്നത് ഉന്നതമായ പുണ്യമായി കാണുകയും ചെയ്യുക. വിധവകൾക്ക് താങ്ങാവുക. നന്മകളും തഖ്വയും നിലനിർത്തുക. നീതിയും ന്യായവും മാത്രമല്ല, മറിച്ച് കാരുണ്യവും ഉപകാരവും നിങ്ങളുടെ മുഖമുദ്രയാക്കുക. കേവലം നീതിയല്ല, മറിച്ച് കാരുണ്യവും ഉപകാരവും ഉണ്ടായിരിക്കണം. ഇതാണ് ഒരു വിശ്വാസിയുടെ അധ്യാപനം. ഈ ലോകത്തേക്കുള്ള നിങ്ങളുടെ വരവ് പാഴായിപ്പോകരുത്. ശാശ്വതമായ നന്മയുടെ വിത്ത് പാകുന്നതിനായി നല്ല അടയാളങ്ങൾ നിങ്ങളുടെ മുമ്പിൽ, നിങ്ങളുടെ പിന്നിൽ ബാക്കി വെക്കുക. അവകാശങ്ങൾ നേടിയെടുക്കുന്നതിലല്ല, മറിച്ച് ത്യാഗത്തിലും ആത്മത്യാഗത്തിലുമാണ് യഥാർത്ഥ അന്തസ്സ് കുടികൊള്ളുന്നത്. സ്വന്തം അവകാശങ്ങൾ നേടാൻ മാത്രം ശ്രമിക്കരുത്. ത്യാഗവും ആത്മത്യാഗവും അനിവാര്യമാണ്. അതിനാൽ നിങ്ങൾ ത്യാഗം ചെയ്യുക, ദൈവത്തോട് അടുക്കുക. അള്ളാഹുവിങ്കൽ നിങ്ങളുടെ അവകാശം സ്ഥിരപ്പെടുന്നതിനായി അവൻ്റെ ദാസന്മാർക്ക് മുന്നിൽ ത്യാഗത്തിൻ്റെ മാതൃക കാണിക്കുക. യഥാർത്ഥ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നതിനായുള്ള അടയാളങ്ങളാണിവ. നിശ്ചയമായും ഞങ്ങൾ ദുർബലരാണ്, എന്നാൽ ഞങ്ങളുടെ ആ ദുർബലതയെ നിങ്ങൾ നോക്കരുത്. ഇതും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. വാനലോകത്ത് സത്യത്തിൻ്റെ ഭരണത്തിനായുള്ള തീരുമാനം എടുത്തു കഴിഞ്ഞു. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയിലൂടെ നീതിയുടെ തുലാസ് സ്ഥാപിക്കപ്പെടും. നീതിയുടെയും കാരുണ്യത്തിൻ്റെയും ഭരണം നിലവിൽ വരും. അതിലാരോടും അനീതി കാണിക്കപ്പെടുകയില്ല. മതപരമായ കാര്യങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാവുകയില്ല. സ്ത്രീകളോടും അടിമകളോടും നടന്നു വന്നിരുന്ന ക്രൂരതകൾ തുടച്ചു നീക്കപ്പെടുകയും ചുകുത്താൻ്റെ ഭരണത്തിന് പകരം ഏകനായ ദൈവത്തിൻ്റെ ഭരണം സ്ഥാപിക്കപ്പെടുകയും ചെയ്യും. ഈ അധ്യാപനങ്ങൾ ആവർത്തിച്ച് മക്കക്കാരെ കേൾപ്പിക്കാൻ തുടങ്ങിയപ്പോഴും ഉദാത്ത സ്വഭാവമുള്ളവർക്ക് ഇസ്ലാമിനോടുള്ള താൽപ്പര്യം വർദ്ധിക്കാൻ തുടങ്ങിയപ്പോഴും ഒരു ദിവസം മക്കയിലെ പ്രമുഖർ ഒത്തുചേർന്ന് അങ്ങയുടെ പിതൃ സഹോദരൻ അബൂ താലിബിന് അടുക്കൽ ചെന്ന് ഇപ്രകാരം പറഞ്ഞു: താങ്കൾ ഞങ്ങളുടെ നേതാവാണ്. താങ്കളോടുള്ള ബഹുമാനം കാരണമാണ് താങ്കളുടെ സഹോദരപുത്രൻ മുഹമ്മദ് നബി തിരുമേനിയെ ഞങ്ങൾ ഇതുവരെ ഒന്നും ചെയ്യാതിരുന്നത്. എന്നാൽ ഇപ്പോൾ താങ്കളുമായി ഒരു അന്തിമ തീരുമാനമെടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഒന്നുകിൽ താങ്കൾ അവനെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക, അല്ലെങ്കിൽ അവൻ ഞങ്ങളിൽ നിന്ന് എന്താണ് ആഗ്രഹിക്കുന്നതെന്ന് ചോദിക്കുക. അവന് ആദരവാണ് വേണ്ടതെങ്കിൽ അവനെ ഞങ്ങളുടെ നേതാവാക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമ്പത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഞങ്ങളുടെ സ്വത്തിൽ ഒരു വിഹിതം അവന് നൽകാൻ ഞങ്ങൾ ഓരോരുത്തരും തയ്യാറാണ്. വിവാഹം കഴിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ മക്കയിലെ ഏത് പെൺകുട്ടിയെയാണോ അവൻ ഇഷ്ടപ്പെടുന്നത് അവളുമായി വിവാഹം കഴിപ്പിക്കാനും ഞങ്ങൾ തയ്യാറാണ്. ഇതിനു പകരമായി ഞങ്ങൾ അവനിൽ നിന്ന് മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല, ഒന്നിനും അവനെ തടയുന്നുമില്ല. ഞങ്ങളുടെ വിഗ്രഹങ്ങൾ അധിക്ഷേപിക്കുന്നത് അവൻ നിർത്തണം എന്ന് മാത്രമാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ദൈവമേകനാണെന്ന് അവൻ പറഞ്ഞത് കൊള്ളട്ടെ, എന്നാൽ ഞങ്ങളുടെ വിഗ്രഹങ്ങൾ മോശമാണെന്ന് അവന് പറയരുത്. ഇത്രയും കാര്യം അവൻ സമ്മതിക്കുകയാണെങ്കിൽ ഞങ്ങളുമായി സന്ധിയിലാകാം. താങ്കൾ അവനെ കാര്യങ്ങൾ ധരിപ്പിക്കുകയും ഞങ്ങളുടെ ഈ നിർദ്ദേശം സ്വീകരിക്കാൻ അവനെ പ്രേരിപ്പിക്കുകയും ചെയ്യുക. അല്ലാത്ത പക്ഷം രണ്ട് കാര്യങ്ങളിൽ ഒന്ന് സംഭവിക്കും:
ഒന്നുകിൽ താങ്കൾക്ക് സഹോദരപുത്രനെ ഉപേക്ഷിക്കേണ്ടി വരും, അല്ലെങ്കിൽ താങ്കളുടെ ജനത താങ്കളുടെ നേതൃത്വം തള്ളിക്കളഞ്ഞ് താങ്കളെ ഉപേക്ഷിക്കും. അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം ഇത് അങ്ങേയറ്റം പ്രയാസകരമായ കാര്യമായിരുന്നു. നേതാക്കൾ ജനതയ്ക്ക് വേണ്ടിയും ജനത നേതാക്കൾക്കു വേണ്ടിയുമാണ് ജീവിച്ചിരുന്നത്. ഇത് കേട്ട അബൂ താലിബ് അസ്വസ്ഥനായി. അദ്ദേഹം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ സഹോദരപുത്ര, എൻ്റെ ജനത എൻ്റെ അടുക്കൽ വന്ന് ഈ സന്ദേശം നൽകിയിരിക്കുന്നു. നിന്റെ സഹോദരപുത്രൻ ഇതിലൊന്നും രാജിയാകുന്നില്ലെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ വാഗ്ദാനങ്ങളും നൽകിക്കഴിഞ്ഞു എന്ന് അവരെന്നോട് പറഞ്ഞു. അവൻ തൻ്റെ രീതിയിൽ നിന്ന് പിന്മാറുന്നില്ലെങ്കിൽ അവനെ കൈവിടുക എന്നത് താങ്കളുടെ കടമയാണ്. അല്ലാത്ത പക്ഷം ഞങ്ങൾ താങ്കളുടെ നേതൃത്വം അംഗീകരിക്കില്ലെന്നും അവർ അറിയിച്ചു. ഇത് പറഞ്ഞപ്പോൾ അബൂ താലിബിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ കണ്ട് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണുകളും നിറഞ്ഞു. ആ പുണ്യാത്മാവരുളി, എൻ്റെ പിതൃ സഹോദര, താങ്കൾ സ്വന്തം ജനതയെ ഉപേക്ഷിച്ച് എൻ്റെ കൂടെ നിൽക്കണമെന്ന് ഞാൻ പറയുന്നില്ല. താങ്കൾ തീർച്ചയായും എന്നെ കൈവിട്ട് സ്വന്തം ജനതയോടൊപ്പം ചേർന്നുകൊള്ളുക. എന്നാൽ അള്ളാഹുവാണ് എൻ്റെ വലത് കൈയിൽ സൂര്യനെയും ഇടത് കൈയിൽ ചന്ദ്രനെയും കൊണ്ടുവച്ച് തന്നാലും അള്ളാഹുവിൻ്റെ തൗഹീദ് പ്രബോധിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ എനിക്ക് സാധ്യമല്ല. അള്ളാഹു എനിക്ക് മരണം നൽകുന്നതുവരെ ഞാൻ എൻ്റെ ദൗത്യം തുടരും. താങ്കളുടെ താല്പര്യം എന്താണെന്ന് താങ്കൾ തന്നെ തീരുമാനിക്കുക. ഈമാൻ നിറഞ്ഞതും നിഷ്കളങ്കത തുടിക്കുന്നതുമായ ഈ മറുപടി അബൂ താലിബിൻ്റെ കണ്ണുകൾ തുറപ്പിക്കാൻ പര്യാപ്തമായിരുന്നു. തനിക്ക് ഈമാൻ സ്വീകരിക്കാൻ തൗഫീഖ് ലഭിച്ചില്ലെങ്കിലും ഈ ഈമാനിൻ്റെ ദൃശ്യം കാണാൻ സാധിച്ചതാണ് എല്ലാ സമ്പത്തിനേക്കാളും വലിയ സമ്പത്തെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അദ്ദേഹം പറഞ്ഞു, എൻ്റെ സഹോദരപുത്ര, നീ പോയി നിന്റെ കടമ നിർവഹിച്ചു കൊള്ളുക. ജനത എന്നെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപേക്ഷിക്കട്ടെ, ഞാൻ നിന്നെ കൈവിടുന്നതല്ല. തൗഹീദ് സ്ഥാപിക്കുന്നതിനായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലെ അവിശ്വാസികളിൽ നിന്നുള്ള എല്ലാത്തരം ആക്രമണങ്ങളും അനീതികളും സഹിച്ചു. ഈ ആത്മാവ് തന്നെയാണ് അദ്ദേഹം തൻ്റെ അനുയായികളിലും ഉളവാക്കിയത്. അവർ തങ്ങളുടെ കഴുത്തുകൾ വെട്ടാൻ വിട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായി അഹദ് അഹദ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവർ അക്രമങ്ങൾ സഹിക്കുകയും സ്വന്തം ജീവൻ ബലിയർപ്പിക്കുകയും ചെയ്തു. മക്കയിലെ അവിശ്വാസികളിൽ ഉണ്ടായിരുന്ന എല്ലാ തിന്മകളും അവർ തൗഹീദിൽ നിന്ന് അകന്നതുകൊണ്ടും ഷിർക്ക് ചെയ്തതുകൊണ്ടുമാണ് ഉണ്ടായത്. ഇന്ന് ഏതൊരു ജനതയിലാണോ ആളുകളിലാണോ ഈ തിന്മകൾ കാണപ്പെടുന്നുള്ളത്, അത് തൗഹീദിൽ നിന്നുള്ള അകൽച്ച കാരണം തന്നെയാണ്. അതിനാൽ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ തൗഹീദിൻ്റെ സന്ദേശം പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുക എന്നത് നമ്മുടെ കടമയാണ്. ഈ തൗഹീദിൻ്റെ സന്ദേശം എത്തിക്കുന്നതോടൊപ്പം നമ്മുടെ ആത്മീയവും ധാർമ്മികവുമായ അവസ്ഥകളിൽ വ്യക്തമായ മാറ്റം വരുത്താൻ കൂടി നമ്മൾ പരിശ്രമിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് യഥാർത്ഥ തൗഹീദ് വിശ്വസിക്കുന്നവരെന്നും അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് നടക്കുന്നവരെന്നും വിളിക്കപ്പെടാൻ അർഹതയുണ്ടാവുകയുള്ളൂ. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു ومن يضلل فلا هادي له ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. عباد الله رحمكم الله إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء
والمنكر والبغي يعظكم لعلكم تذكرون اذكروا الله يذكركم وادعوه يستجب لكم ولذكر الله أكبر